ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2-ന്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9-ന് ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ദീപിക ദിനപത്രത്തിന്റെ 140ാം വാർഷികാഘോഷ പരിപാടികൾ മാമ്മൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗോവ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. ഓപ്പറേഷൻ ചക്രവ്യൂഹത്തിന്റെ ഭാഗമായി കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് ശൃംഖലകളിൽ ഉൾപ്പെട്ട 5 പേരെ കസ്റ്റഡിയിലെടുത്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. അടുത്ത മാസം 9-ന് കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു. ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി ആശുപത്രി, കോളേജ് ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ്, ഓഫീസ് പരിസരങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ പൊതുജനങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ രാവിലെ തുടങ്ങിയ മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനജീവിതത്തെ ബാധിച്ചു.
വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്. തിരുവനന്തപുരം നഗരത്തെ കൂടാതെ കഴക്കൂട്ടം, കാട്ടാക്കട, കാട്ടായിക്കോണം, പോത്തൻകോട്, വെഞ്ഞാറമൂട്, വെള്ളായണി, കാര്യവട്ടം, ബാലരാമപുരം, വർക്കല എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാക്ക ഉൾപ്പെടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് റോഡിൽ മരം കടപുഴകി വീണ് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ നേമത്തിനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾ ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഭണ്ഡാരം ഇന്നലെ അർദ്ധരാത്രിയോടെ അക്കരെ കൊട്ടിയൂരിലെത്തിച്ചു. ഭഗവാന്റെ തിരുവാഭരണങ്ങളും പൂജാവിധികൾക്കായി ഉപയോഗിക്കുന്ന പവിത്രമായ സ്വർണ്ണ വെള്ളി പാത്രങ്ങളും വെള്ളി വിളക്കുകളും അടങ്ങുന്ന നിധി 11 മാസങ്ങൾക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിൽ എത്തിക്കുന്നതാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ജൂൺ 20 മകം കലംവരവ് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ജൂൺ 5-നാണ്. 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അങ്കണവാടി ഭക്ഷണത്തെ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോ പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പ് മുൻ മന്ത്രി ടി.യു. കുരുവിളയ്ക്ക് വിട. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 2006-ലും 2011-ലും അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2-ന്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9-ന് ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.